എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. എന്നാൽ അറിഞ്ഞപ്പോൾ പിന്നെ കാണാതിരിക്കാനും പറ്റിയില്ല. ദാ അവിടേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോഴോ ദാ കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നേ. പാവം ഒരു മീൻ അവൻ്റെ കയ്യിൽ കിട്ടിയതായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ ഒരു ഇതിൽ അവൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയേ. ബൈ ദ ബൈ ആദ്യം പറഞ്ഞ ആ സ്ഥലം ഒന്ന് കണ്ടാലോ? അതെ, ഈ ചെണ്ടുമല്ലിത്തോട്ടം തന്നെയാണ് കേട്ടോ ആദ്യം പറഞ്ഞ ആ സ്ഥലം. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സുഭാഷ് കേട്ടോ ഈ പൂന്തോട്ടം. ചേട്ടൻ ചെടി നട്ടു എന്ന് പറഞ്ഞെങ്കിലും ഇത്രയും പൂവിട്ട കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഓണത്തിനൊരു ഫോട്ടോയും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ എവിടെയൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ചു. ഈ ഒരു സ്ഥലം ഉള്ളത് ഞാൻ അറിഞ്ഞത് തന്നെ ഇല്ലല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂക്കൾക്ക് മാത്രമേ വലിപ്പമുള്ളതെന്നോ ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുന്ന പൂക്കൾക്കും വലിപ്പമുണ്ട്. നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ അവിടെ പോയി ആ പൂക്കളൊക്കെ കണ്ണ് വെച്ച് വന്നു എന്നല്ലേ. ഈ പൂക്കളൊക്കെ കണ്ട് എങ്ങനെയാ കണ്ണ് വെക്കാതിരിക്കുക? ഇപ്പൊ സീസണൊക്കെ കഴിഞ്ഞ കാരണം ഇതൊക്കെ മാറ്റി അടുത്ത കൃഷി തുടങ്ങാൻ പോവാന്ന് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇനി ധൈര്യമായിട്ട് കണ്ണ് വെക്കാല്ലേ. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുളത്തിൽ നിറയെ ആമ്പൽ മുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വൈകുന്നേരം പോയത് കാരണം ആമ്പൽ പൂക്കളൊന്നും എനിക്ക് കണ്ണ് വെക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ ബൈ.